ദില്ലിയിൽ ഒടുക്കത്തെ ചർച്ചയാണ്. സ്ഥാനാർത്ഥി ചർച്ചകളിൽ തീരുമാനമാകാതെ കോൺഗ്രസ് മൊത്തത്തിൽ സമനില തെറ്റി നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 2ാം ദിവസമാകുമ്പോഴേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാവാത്ത ടെൻഷനാണ് മാരത്തൺ ചർച്ചയിലും കാണുന്നത്. കെ സുധാകരനെ അനുനയിപ്പിക്കാനും എംപിമാർ മത്സരിക്കുന്നതിൽ തീരുമാനമെടുക്കാനുമൊക്കെ നേതൃത്വം കുറെ വിയർത്തു. ഒടുക്കം സിറ്റിംഗ് എംപിമാരെ വീണ്ടും മത്സര രംഗത്തിറക്കേണ്ടതില്ലെന്ന കേരള ഘടകത്തിന്റെ ഉറച്ച നിലപാടിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകാരം നൽകി. നീണ്ട ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ഒടുവിലാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം കേന്ദ്ര നേതൃത്വം ശരിവച്ചത്. ഇതോടെ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ വലിയ പുതുമുഖ നിരക്ക് വഴി തെളിയുമെന്നാണ് സൂചന. ഇതുകൊണ്ടൊന്നും കോൺഗ്രസിന് ആശ്വസിക്കാനാവില്ല. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് അതൃപ്തിയോടെ മടങ്ങിയ സുധാകരന്റെയും അടൂർ പ്രകാശിന്റെയും തുടർനീക്കങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുകയാണ്. മത്സര രംഗത്തുണ്ടാകുമെന്ന പ്രതീക്ഷ ഇരുവരും ഇപ്പോഴും കൈവിട്ടിട്ടില്ല. സുധാകരനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും വിവാദമായ സീറ്റുകളിൽ അന്തിമ തീരുമാനമുണ്ടാകുക. അപ്പോഴും അടിപിടിയും തർക്കവും പടലപ്പിണക്കവും ഉറപ്പ്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ പുതിയ മുഖങ്ങളെ ഇറക്കണമെന്ന KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരുടെ നിലപാടാണ് ഒടുവിൽ അംഗീകരിക്കപ്പെട്ടത്. എന്നാൽ പ്രമുഖരായ എംപിമാരെ മാറ്റി നിർത്തുന്നത് പ്രാദേശിക തലത്തിൽ എന്ത് പ്രതിഫലനമുണ്ടാക്കുമെന്ന ആശങ്കയും ഒരു വിഭാഗം നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. അതിനിടെ യുവാക്കൾക്ക് വേണ്ട പരിഗണന നൽകാത്തതിൽ യൂത്ത് കോൺഗ്രസിനും വലിയ പ്രതിഷേധമാണുള്ളത്. ഞങ്ങളെന്താ പൊട്ടന്മാരാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. നിലവിൽ ഇന്നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി പുതുമുഖങ്ങൾ മതിയെന്ന KCയുടെ തീരുമാനം സംസ്ഥാന കോൺഗ്രസിൽ പുതിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഇതോടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന വാർത്തകൾ ശക്തമാകുന്നുണ്ട്. എന്നാൽ സഹോദരനത് പിടിച്ചിട്ടില്ല. മറിയക്കെതിരെ കടുത്ത വിയോജിപ്പുമായാണ് പുതുപ്പള്ളി MLA കൂടിയായ ചാണ്ടി ഉമ്മൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മതിയെന്ന കടുത്ത നിലപാടിലാണ് ചാണ്ടി. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ മറിയയെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ സഹോദരിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താൻ പുതുപ്പള്ളിയിൽ നിന്ന് മാറിക്കൊടുക്കാൻ തയ്യാറാണെന്നാണ് ചാണ്ടി ഉമ്മന്റെ നിലപാട്. ഒരു കുടുംബത്തിൽ നിന്നും 2 പേർ ഒരേ സമയം ജനവിധി തേടുന്നത് ശരിയല്ലെന്നും അത് ഉമ്മൻചാണ്ടിയുടെ ആദർശങ്ങൾക്ക് വിരുദ്ധമാണെന്നും ചാണ്ടി പറയുന്നുണ്ട്. തന്റെ കടുത്ത അതൃപ്തി നിലവിൽ ഡൽഹിയിലുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരെ ചാണ്ടി ഉമ്മൻ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് വിവരം. ഇതാദ്യമായല്ല ചാണ്ടി ഉമ്മൻ ഈ വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. 1 മാസം മുൻപ് തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ആരംഭിച്ച സമയത്ത് മറിയയുടെ പേര് ഉയർന്നു വന്നപ്പോഴും സമാന നിലപാടായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. നേതൃത്വം വീണ്ടും ചെങ്ങന്നൂരിൽ മറിയയെ സജീവമായി പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് സ്വന്തം സിറ്റിംഗ് സീറ്റ് പോലും വിട്ടു നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ച് അദ്ദേഹം നിലപാട് ഘടിപ്പിച്ചത്. ഇതിന് പിന്നിൽ മറിയയുടെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കലാണെന്ന സൂചനകളുമുണ്ട്. ഇത് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനും വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നുള്ള 2 പേർ ഒരേ സമയം തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉണ്ടാകുന്നത് പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലും വിമർശനങ്ങൾക്ക് വഴിവെക്കുമെന്ന ആശങ്കയും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. ചാണ്ടി ഉമ്മന്റെ ഈ അപ്രതീക്ഷിതവും കർശനവുമായ നിലപാട് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ വലിയ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയം UDFനുള്ളിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കും. ഉമ്മൻചാണ്ടിയുടെ A ഗ്രൂപ്പ് ഇന്ന് പല വഴിക്ക് പിരിഞ്ഞു. ഷാഫി പറമ്പിൽ സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കി. ബെന്നി ബെഹനാന് കാര്യമായി ഗ്രൂപ്പിനെ ഒരുമിപ്പിക്കാൻ കഴിയുന്നില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സ്വന്തം നിലയിലാണ് പ്രവർത്തനം. ഇതിനിടെ A ഗ്രൂപ്പിന്റെ മുഖമായി മാറാൻ ചാണ്ടി ഉമ്മൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. എന്നാൽ സഹോദരി കൂടി എത്തുന്നതോടെ ഉമ്മൻചാണ്ടിയുടെ വികാരം ചാണ്ടി ഉമ്മന് മാത്രമായി അവകാശപ്പെടാൻ കഴിയില്ല. ഇതുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ സമ്മർദ്ദം ചെലുത്തുന്നതെന്നാണ് സൂചന. അതിനിടെ ചാണ്ടി ഉമ്മൻ മാറിയാൽ മറിയയെ പുതുപ്പള്ളിയിൽ മത്സരിപ്പിക്കാനും ആലോചനയുണ്ട്. ഈ വാർത്തകളോടൊന്നും മറിയ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കുടുംബത്തിലെ ഭിന്നതകൾ പുറത്തേക്ക് വരുന്ന തരത്തിൽ മറിയ പ്രതികരണം നടത്തില്ലെന്നാണ് സൂചന. അതേസമയം K സുധാകരന് സീറ്റ് നിഷേധിക്കുന്ന ഹൈക്കമാൻഡ് നിലപാടിന് പിന്നിൽ KC വേണുഗോപാലിന്റെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. എംപിമാരെ മത്സരിപ്പിക്കുന്നതിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പിടിമുറുക്കാനാണ് KCയുടെ നീക്കം. K സുധാകരന് സീറ്റ് നൽകില്ലെന്ന സമ്മർദ്ദം ശക്തമാക്കുന്നതിന് പിന്നിൽ തിരക്കഥയുണ്ടെന്നാണ് പാർട്ടിയിലെ സംസാരം. കടുത്ത സമ്മർദ്ദത്തിനൊടുവിൽ സുധാകരൻ സീറ്റ് നേടിയെടുക്കുമ്പോൾ അതേ മാതൃകയിൽ ആറ്റിങ്ങൽ MP അടൂർ പ്രകാശും കോന്നിയിൽ മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിക്കും.
ഇത്തരത്തിൽ മുതിർന്ന എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും KC വേണുഗോപാലിനും ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകാൻ വഴിതെളിയും. ഈ നീക്കം പ്രതിപക്ഷ നേതാവ് VD സതീശനെയും രമേശ് ചെന്നിത്തലയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. എംപിമാർ കൂട്ടത്തോടെ നിയമസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ ഇത്തവണ മത്സര രംഗത്തുണ്ടാകില്ലെന്ന നിലപാടിലാണ് ഇരുവരും. KC മത്സരിക്കാൻ എത്തുന്നത് തങ്ങളുടെ മുഖ്യമന്ത്രി സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുമെന്നാണ് ഇവരുടെ ഭയം. അങ്ങനെ രണ്ടുപേരും മത്സരിക്കാതെ ഇരുന്നാൽ ഇത് കോൺഗ്രസിന്റെ സാധ്യതകളെയും ബാധിക്കും. തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചാൽ KC വേണുഗോപാലിനെ മുൻനിർത്തിയുള്ള നീക്കങ്ങൾ ഗ്രൂപ്പ് സമവാക്യങ്ങളെ തകർക്കുമെന്നാണ് AI ഗ്രൂപ്പുകളുടെ വിശ്വാസം. ഇതിനെ പ്രതിരോധിക്കാനാണ് ചെന്നിത്തലയുടെ ശ്രമം. KC വേണുഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കേണ്ടെന്ന് ചെന്നിത്തല അറിയിച്ചിട്ടുണ്ട്. സതീശനും സമാന നിലപാടാണ്. സുധാകരൻ മത്സരിക്കുന്നതിനെ ചെന്നിത്തലയും VDയും എതിർക്കുന്നില്ല. അതേസമയം എറണാകുളത്ത് വിശ്വസ്തർക്ക് സീറ്റ് ഉറപ്പിക്കാൻ നേതാക്കളുടെ പിടിവാശിയാണ്. എറണാകുളം ജില്ലയിലെ 4 സീറ്റുകളിലാണ് തർക്കം രൂക്ഷമായിരിക്കുന്നത്. കൊച്ചി സീറ്റിൽ മുഹമ്മദ് ഷിയാസിനൊപ്പം ദീപ്തി മേരി വർഗീസിനെയും പരിഗണിക്കുകയാണ് കോൺഗ്രസ്. തൃപ്പൂണിത്തുറയിൽ ലിച്ചുവിനെ VD സതീശൻ അംഗീകരിച്ചിട്ടില്ല. ലിച്ചുവിനായി ശക്തമായി വാദിക്കുകയാണ് KC വേണുഗോപാൽ. അതേസമയം പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റാനാവില്ലെന്ന നിലപാടിലാണ് രമേശ് ചെന്നിത്തലയുള്ളത്.